കാലക്രമേണ സത്യവതി ശന്തനു മഹാരാജാവിന് 2 പുത്രന്മാരെ നൽകി, ചിത്രാംഗദനെയും വിചിത്രവീര്യനെയും. ശന്തനുവിന്റെ മരണശേഷം കുടുംബത്തിന്റെ സംരക്ഷണം ഭീഷ്മരുടെ ചുമലിലായി. എന്നാൽ ഒരു വലിയ രാജവംശം സ്ഥാപിക്കാനുള്ള സത്യവതിയുടെ മോഹത്തിന് പെട്ടെന്നുതന്നെ ദുരന്തം നേരിടേണ്ടി വന്നു. അവളുടെ മൂത്തമകൻ അഹങ്കാരിയായ ചിത്രാംഗദൻ ഒരു ഗന്ധർവനുമായുള്ള ദ്വന്ദ്വയുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അവളുടെ ഇളയ മകൻ വിചിത്രവീര്യൻ തനിക്ക് വേണ്ടി ഒരു ഭാര്യയെ കണ്ടെത്താൻ പോലും കഴിവില്ലാത്ത ഒരു ദുർബലനായിരുന്നു. വംശം നിലനിർത്താൻ ഭീഷ്മർ കാര്യങ്ങൾ സ്വന്തം കൈകളിലെടുത്തു. കാശിയിലെ രാജാവ് തന്റെ 3 പുത്രിമാർക്കായി ഒരു സ്വയംവരം നടത്തുന്നുണ്ടെന്നും എന്നാൽ കുരുവംശത്തെ ക്ഷണിച്ചിട്ടില്ലെന്നും കേട്ടപ്പോൾ ഭീഷ്മർ അതിനെ ഒരു വലിയ അപമാനമായി കണ്ടു. ഒരു കൊടുങ്കാട്ടുപോലെ കാശിയിലേക്ക് പാഞ്ഞുകയറിയ അദ്ദേഹം 3 രാജകുമാരിമാരെയും അംബ, അംബിക, അംബാലിക തന്റെ അർദ്ധസഹോദരനു വേണ്ടി ഹസ്തിനപുരിയിലേക്ക് തട്ടിക്കൊണ്ടുവന്നു. എന്നാൽ ഒരു തലമുറയിൽ എടുത്ത ശപഥം അടുത്ത തലമുറയിലെ ഒരു ജീവിതം നശിപ്പിക്കാൻ പോവുകയായിരുന്നു. മൂത്ത രാജകുമാരിയായ അംബ ശാൽവൻ എന്ന മറ്റൊരു രാജാവുമായി പ്രണയത്തിലായിരുന്നു. തന്നെ വിട്ടേക്കണമെന്ന് അവൾ കേണപേക്ഷിച്ചു. തോന്നിയ ഭീഷ്മർ അതിന് സമ്മതിച്ചു. എന്നാൽ അവളുടെ കാമുകൻ അവളെ നിരസിച്ചു. മറ്റൊരാൾ തട്ടിക്കൊണ്ടുപോയ ഒരു സ്ത്രീയെ എനിക്കെങ്ങനെ സ്വീകരിക്കാനാകും? അയാൾ ചോദിച്ചു. അപമാനിതയായി അംബ തിരിച്ചെത്തി. എന്നാൽ വിചിത്രവീര്യനും അവളെ തള്ളിപ്പറഞ്ഞു. ഒരിക്കൽ കൊടുത്തത് തിരിച്ചെടുക്കില്ല. നിരാശയോടെ അവൾ തന്റെ ദുരിതത്തിന് കാരണക്കാരനായ മനുഷ്യന്റെ അടുത്തേക്ക് തിരിഞ്ഞു. ഭീഷ്മരെ, അവൾ ആവശ്യപ്പെട്ടു, ഇതിനെല്ലാം ഉത്തരവാദി അങ്ങാണ്. അങ്ങ് എന്നെ വിവാഹം കഴിക്കണം. എന്നാൽ ഭീഷ്മർ സ്വന്തം വാക്കിന്റെ തടവുകാരനായിരുന്നു. ഞാൻ ഒരു ശപഥം ചെയ്തിട്ടുണ്ട്, അദ്ദേഹം അവളെ നിരാകരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് ഒരു സ്ത്രീയോടൊപ്പം ജീവിക്കാൻ കഴിയില്ല. അങ്ങ് എന്റെ ജീവിതം നശിപ്പിച്ചു. അംബ കരഞ്ഞു. വിവാഹം കഴിക്കുന്നതിൽ നിന്ന് അങ്ങയുടെ ശപഥം അങ്ങയെ തടഞ്ഞിരുന്നെങ്കിൽ എന്നെ തട്ടിക്കൊണ്ടുപോകാൻ അങ്ങേക്ക് എന്ത് അവകാശമാണുണ്ടായിരുന്നത്? നീതി തേടി അലഞ്ഞ അവൾക്ക് ഭീഷ്മരെ വെല്ലുവിളിക്കാൻ ഒരു യോദ്ധാവും ധൈര്യപ്പെട്ടില്ലെന്ന് മനസ്സിലായി. ഒടുവിൽ പ്രതികാരദാഹത്താൽ അവൾ കഠിനമായ തപസ്സനുഷ്ഠിച്ചു, ശിവൻ പ്രത്യക്ഷപ്പെടുന്നതുവരെ. അദ്ദേഹം അവൾക്ക് ഒരു വരം നൽകി. അവൾ ഭീഷ്മരുടെ മരണത്തിന് കാരണമാകും, പക്ഷേ അടുത്ത ജന്മത്തിൽ മാത്രം. ആ ദിവസം വേഗത്തിലാക്കാൻ അംബ ഒരു ചിതയൊരുക്കി അതിൽ ചാടി ശിഖണ്ഡിയായി പുനർജനിക്കാൻ വിധിക്കപ്പെട്ടു. ഭീഷ്മർ ഒരുനാൾ നേരിടേണ്ടിവരുന്ന ആ പ്രതിയോഗിയായി. അംബയുടെ ദുരന്തത്തിന് തൊട്ടുപിന്നാലെ മറ്റൊന്നും സംഭവിച്ചു. 3 രാജകുമാരിമാരെ പിടിച്ചുകൊണ്ടുവന്ന ആ രാജകുമാരൻ വിചിത്രവീര്യൻ ചെറുപ്പത്തിൽ തന്നെ ഒരു അനന്തരാവകാശിയെ നൽകാതെ മരിച്ചു. രാജാക്കന്മാരുടെ മുത്തശ്ശിയാകാനുള്ള സത്യവതിയുടെ സ്വപ്നം തകർന്നു. നിരാശയോടെ അവൾ ഭീഷ്മരുടെ അടുത്തേക്ക് തിരിഞ്ഞു. നിയോഗവിധി അനുസരിക്കുക, അവൾ യാചിച്ചു. നിന്റെ മരിച്ചുപോയ സഹോദരനു വേണ്ടി അവന്റെ വിധവകളിൽ പുത്രന്മാരെ ജനിപ്പിക്കുക. അവർ നാമമാത്രമായി അവന്റേതായിരിക്കും, കുരുവംശം നിലനിൽക്കും. എന്നാൽ ഭീഷ്മർ വഴങ്ങിയില്ല. അമ്മേ, അദ്ദേഹം പറഞ്ഞു, എന്റെ ബ്രഹ്മചര്യവ്രതം ഞാൻ ലംഘിക്കുകയില്ല. ആർക്കുവേണ്ടിയാണോ ആ വ്രതം എടുത്തത് അവർക്കുവേണ്ടി പോലും. മറ്റൊരു വഴിയുമില്ലാതെ സത്യവതി തന്റെ ഭൂതകാലത്തിൽ നിന്നൊരു രഹസ്യത്തെ വിളിച്ചുവരുത്തി. അവളുടെ ആദ്യപുത്രനായ വ്യാസനെ. 2 വിധവകളായ രാജ്യമാരിൽ പുത്രന്മാരെ ജനിപ്പിക്കാൻ അവൾ കൽപ്പിച്ചു. വ്യാസൻ സമ്മതിച്ചു, പക്ഷേ മുന്നറിയിപ്പ് നൽകി, എന്റെ വർഷങ്ങളായുള്ള തപസ് എന്നെ ഭയാനകമായ രൂപത്തിലാക്കിയിരിക്കുന്നു. അവർ ഭയപ്പെടും. എന്നാൽ സത്യവതിക്ക് ക്ഷമയുണ്ടായിരുന്നില്ല. വ്യാസൻ പ്രവചിച്ചതുപോലെ അദ്ദേഹം ആദ്യരാജിയായ അംബികയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ രൂപത്തിൽ വെറുപ്പ് തോന്നിയ അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. അതിനാൽ അവൾ ഗർഭം ധരിച്ച പുത്രൻ അന്ധനായി ജനിച്ചു. അവൻ ധൃതരാഷ്ട്രർ എന്ന് പേരിട്ടു. അടുത്തതായി വ്യാസൻ അംബാലികയുടെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തെ കണ്ടപ്പോൾ അവൾ ഭയം കൊണ്ട് വിളറി വെളുത്തു. അവൾ ഗർഭം ധരിച്ച കുട്ടി വിളറിയതും ദുർബലനുമായി ജനിച്ചു. അവൻ പാണ്ഡു എന്ന് പേരിട്ടു. നിരാശയോടെ സത്യവതി വ്യാസനെ ഒരിക്കൽ കൂടി അംബികയുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ ഇത്തവണ അംബികയ്ക്ക് പകരം അവളുടെ ദാസി കട്ടിലിൽ കിടന്നു. ആ ദാസി ഭയമില്ലാതെ ആ ഋഷിയെ സ്വാഗതം ചെയ്തു. അവരുടെ സംഗമത്തിൽ നിന്ന് ആരോഗ്യവാനും ബുദ്ധിമാനുമായ ഒരു പുത്രൻ ജനിച്ചു. അവന് വിതുരർ എന്ന് പേരിട്ടു. മൂവരിലും ഏറ്റവും യോഗ്യൻ അവനായിരുന്നെങ്കിലും ഒരു ദാസിയുടെ മകനായതുകൊണ്ട് നാട്ടുനടപ്പനുസരിച്ച് അവനൊരിക്കലും രാജാവാകാൻ കഴിയില്ലായിരുന്നു. ആ 3 അർദ്ധസഹോദരന്മാരെയും ഭീഷ്മർ സ്വന്തം മക്കളെപ്പോലെയാണ് വളർത്തിയത്. കാലക്രമേണ ഭരിക്കാൻ കഴിയുന്ന 2 പേർക്കും ഭാര്യമാരെ കണ്ടെത്തി. ഇളയ സഹോദരനായ പാണ്ഡു ഒരു സ്വയംവരത്തിൽ പങ്കെടുക്കുകയും കുന്തിരാജകുമാരിയാൽ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മൂത്തവനായ ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരത്തിലെ രാജകുമാരിയായ ഗാന്ധാരിയുമായി ഒരു വിവാഹം നിശ്ചയിച്ചു. എന്നാൽ ഹസ്തിനപുരിയിൽ എത്തിയപ്പോഴാണ് തന്റെ ഭർത്താവ് അന്ധനാണെന്ന് അവൾ അറിയുന്നത്. ആ നിമിഷം അവൾ അസാധാരണമായ ഒരു ത്യാഗം ചെയ്തു. അഗാധമായ സഹാനുഭൂതിയോടെ അവൾ ഒരു പട്ടുതുണിയെടുത്ത് സ്വന്തം കണ്ണുകൾ മുറുക്കിക്കെട്ടി ഭർത്താവിന്റെ അന്ധകാരം ജീവിതകാലം മുഴുവൻ പങ്കിടാൻ തീരുമാനിച്ചു. പാണ്ഡു ഇളയവനായിരുന്നെങ്കിലും
അവനെയാണ് രാജാവായി കിരീടധാരണം നടത്തിയത്. കാരണം നിയമം ഒരു അന്ധനെ ഭരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ തീരുമാനം ധൃതരാഷ്ട്രരുടെ മനസ്സിൽ ആഴത്തിലുള്ള നീരസത്തിന്റെ ഒരു വിത്ത് പാകി. അവൻ മൂത്തവനായിരുന്നു, ആദ്യരാജിയുടെ മകൻ, എന്നിട്ടും അവന്റെ ജന്മാവകാശം നിഷേധിക്കപ്പെട്ടു. രാത്രിയിൽ ആ അന്ധനായ രാജകുമാരൻ തന്റെ കണ്ണുകെട്ടിയ ഭാര്യയോട് മന്ത്രിക്കുമായിരുന്നു, നമുക്ക് വേഗം ഒരു മകനെ ജനിപ്പിക്കാം. ഗാന്ധാരി, പാണ്ഡുവിന് ഒരു മകനുണ്ടാകുന്നതിനു മുമ്പ് അങ്ങനെ അവൻ എനിക്ക് ന്യായമായും അവകാശപ്പെട്ടത് തിരിച്ചുപിടിക്കാൻ കഴിയും. എന്നാൽ വിധിക്ക് മറ്റു പദ്ധതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ദിവസം വേട്ടയാടുന്നതിനിടയിൽ പാണ്ഡുവിന്റെ അമ്പ് ഇണചേരുകയായിരുന്ന ഒരു ഋഷിക്കും ഭാര്യയ്ക്കും മേൽ പതിച്ചു. അവർ മാനിന്റെ രൂപത്തിലായിരുന്നു. മരിക്കുന്നതിനു മുമ്പ് ആ ഋഷി അവനെ ശപിച്ചു, പ്രേമത്തിന്റെ നിമിഷത്തിൽ നീ ഒരു ജീവിയെ കൊന്നതുകൊണ്ട് നീയും ആഗ്രഹത്തോടെ ഒരു സ്ത്രീയെ സ്പർശിക്കുന്ന നിമിഷം മരിക്കും. ഹൃദയം തകർന്ന് ഭരിക്കാൻ കഴിയാതെ പാണ്ഡു തന്റെ രാജ്യം ഉപേക്ഷിച്ച് ഒരു സന്യാസിയായി വനത്തിൽ ജീവിക്കാൻ പോയി. അവിടെ ഹസ്തിനപുരിയിൽ ഗാന്ധാരി ഗർഭിണിയാണെന്ന് കേട്ടപ്പോൾ അവൻ നിരാശനായി. അപ്പോഴാണ് കുന്തി ഒരുപാട് കാലമായി സൂക്ഷിച്ച ഒരു രഹസ്യം വെളിപ്പെടുത്തിയത്. ചെറുപ്പത്തിൽ ദുർവാസാവ് മഹർഷി അവൾക്ക് ഒരു ദിവ്യമന്ത്രം നൽകിയിരുന്നു. ഏതൊരു ദേവനെയും വിളിച്ച് ഒരു പുത്രനെ നേടാനുള്ള ഒരു മാന്ത്രിക വിദ്യ. പാണ്ഡുവിന്റെ അഭ്യർത്ഥന പ്രകാരം അവൾ ധർമ്മദേവനായ യമനെ ആവാഹിച്ച് യുധിഷ്ഠിരൻ ജന്മം നൽകി. പിന്നീട് അവൾ വായുദേവനെ ആവാഹിച്ച് ശക്തനായ ഭീമനെയും പ്രസവിച്ചു. ഒടുവിൽ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനെ വിളിച്ച് മിടുക്കനായ വില്ലാളി അർജുനനെയും പ്രസവിച്ചു. കൊട്ടാരത്തിൽ കുന്തിക്ക് 3 പുത്രന്മാരുണ്ടായെന്ന് ഗാന്ധാരി കേട്ടപ്പോൾ അവൾ കോപം കൊണ്ട് ജ്വലിച്ചു. 2 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അവൾ ഭയാനകമായ ഒരു തീരുമാനമെടുത്തു. തന്റെ വയറ്റിൽ ഇരുമ്പുദണ്ടുകൊണ്ട് അടിക്കാൻ അവൾ ദാസിമാരോട് കൽപ്പിച്ചു. അങ്ങനെ അവൾ ഗർഭപാത്രത്തിൽ നിന്ന് ആ ശിശുവിനെ പുറത്തെടുത്തു. എന്നാൽ പുറത്തുവന്നത് ഒരു കുട്ടിയായിരുന്നില്ല, തണുത്ത കട്ടിയുള്ള ഒരു മാംസപിണ്ഡമായിരുന്നു. വ്യാസനാണ് ആ വംശത്തെ രക്ഷിച്ചത്. അദ്ദേഹം ആ മാംസപിണ്ഡം 101 കഷണങ്ങളാക്കി നെയ്യ് നിറച്ച ഭരണികളിൽ അടച്ച് 1 വർഷത്തേക്ക് സൂക്ഷിക്കാൻ നിർദ്ദേശിച്ചു. ആ ഭരണികളിൽ നിന്ന് 100 കൗരവ സഹോദരന്മാരും അവരുടെ സഹോദരി ദുശ്ശളയും ജനിച്ചു. ആദ്യം പുറത്തുവന്നത് ദുര്യോധനൻ ആയിരുന്നു. അവന്റെ ജനനസമയത്ത് ദേശത്ത് ദുഷ്യഗുണങ്ങൾ നിറഞ്ഞു. അതേസമയം വനത്തിൽ പാണ്ഡു തന്റെ 2ാം ഭാര്യയായ മാദ്രിയുമായി ആ മന്ത്രം പങ്കുവയ്ക്കാൻ കുന്തിയെ പ്രേരിപ്പിച്ചു. അവൾ സമർത്ഥമായി അശ്വിനീദേവന്മാരെ ആവാഹിക്കുകയും സുന്ദരനായ നകുലൻ, ജ്ഞാനിയായ സഹദേവൻ എന്നീ ഇരട്ടപുത്രന്മാരെ നേടുകയും ചെയ്തു. അങ്ങനെ പാണ്ഡുവിന്റെ 5 പുത്രന്മാരും പാണ്ഡവർ എന്നറിയപ്പെട്ടു. വർഷങ്ങളോളം പാണ്ഡു തന്റെ കുടുംബത്തോടൊപ്പം വനത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു. എന്നാൽ ഒരു വസന്തകാലത്ത് അവൻ തന്റെ ഭാര്യ മാദ്രിയെ കണ്ടു. ഒരു നിമിഷത്തെ ദൗർബല്യത്തിൽ അവളുടെ സൗന്ദര്യമല്ലാതെ മറ്റെല്ലാം അവൻ മറന്നു. അവൻ അവളെ സ്പർശിച്ചു. ആ നിമിഷം ഋഷിയുടെ ശാപം ഫലിച്ചു. പാണ്ഡു അവളുടെ കൈകളിൽ കിടന്നു മരിച്ചു. ദുഃഖവും കുറ്റബോധവും കൊണ്ട് തകർന്ന ഹൃദയത്തോടെ മാദ്രി തന്റെ 2 പുത്രന്മാരെയും കുന്തിയുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ച് ഭർത്താവിന്റെ ചിതയിൽ ചാടി. ആ അനാഥരെ അവിടെ ഉപേക്ഷിക്കാൻ കഴിയില്ലെന്ന് വനത്തിലെ ഋഷിമാർക്ക് അറിയാമായിരുന്നു. അവർ വിധവയായ കുന്തിയെയും അവളുടെ 5 യുവപുത്രന്മാരെയും അവർ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഹസ്തിനപുരിയിലേക്ക്, അവരുടെ അന്ധനായ അമ്മാവന്റെയും 100 സഹോദരപുത്രന്മാരുടെയും കൊട്ടാരത്തിലേക്ക് തിരികെ കൊണ്ടുപോയി. കുരുവംശത്തിലെ 105 രാജകുമാരന്മാരും കൊട്ടാരത്തിൽ ഒരുമിച്ചാണ് വളർന്നത്. അവരുടെ ആദ്യത്തെ ഗുരു കൃപാചാര്യരായിരുന്നു. എന്നാൽ താമസിയാതെ പ്രതികാരദാഹിയായ മറ്റൊരു ആയുധവിദഗ്ധൻ അവിടെയെത്തും. അദ്ദേഹത്തിന്റെ പേര് ദ്രോണർ എന്നായിരുന്നു. ദ്രോണർ ഒരു മിടുക്കനായ ബ്രാഹ്മണനായിരുന്നു, പക്ഷേ ദരിദ്രനായിരുന്നു. തന്റെ മകൻ അശ്വത്ഥാമാവിന് പാൽ പോലും നൽകാൻ കഴിയാതെ അദ്ദേഹം തന്റെ ബാല്യകാല സുഹൃത്തും ഇപ്പോൾ പാഞ്ചാലത്തിലെ സമ്പന്നനുമായ ദ്രുപദരാജാവിന്റെ അടുത്തേക്ക് സഹായം ചോദിച്ചുപോയി. എല്ലാം പങ്കുവെക്കാമെന്ന ബാല്യകാലത്തെ വാഗ്ദാനത്തെക്കുറിച്ച് അദ്ദേഹം ദ്രുപദനെ ഓർമ്മിപ്പിച്ചു. എന്നാൽ രാജാവ് അദ്ദേഹത്തെ നോക്കി പരിഹസിച്ചു. സൗഹൃദം തുല്യർക്കിടയിൽ മാത്രമേ നിലനിൽക്കൂ. ദ്രുപദൻ പുച്ഛത്തോടെ പറഞ്ഞു, നമുക്കിപ്പോൾ സുഹൃത്തുക്കളാകാൻ കഴിയില്ല. നിനക്കൊരു പശുവിനെ വേണമെങ്കിൽ ദാനമായി ചോദിക്കുക, അല്ലാതെ അവകാശമായിട്ടല്ല. അപമാനിതനും കോപാകുലനുമായി ദ്രോണർ പാഞ്ചാലം വിട്ടു. ഒരുനാൾ ദ്രുപദനെ അവന്റെ അഹങ്കാരത്തിന് പകരം വീട്ടുമെന്ന് ശപഥം ചെയ്തു. അവൻ ഹസ്തിനപുരിയിൽ എത്തി. ഒരു ഗുരുശിഷ്യന്മാരെ തേടി, ഒരു യോദ്ധാവ് ആയുധം തേടി, ഒരു ദരിദ്രൻ രാജ്യം തേടി. കുരുവംശത്തിലെ യുവരാജാക്കന്മാരിൽ പാണ്ഡവരിലും കൗരവരിലും അയാൾക്ക് ആ 3ഉം കണ്ടെത്താൻ കഴിഞ്ഞു. അവന്റെ ശിക്ഷണത്തിൻ കീഴിൽ ഇതിനകം മുളപൊട്ടിയ ബാല്യകാല മത്സരങ്ങൾ മനുഷ്യരുടെ മൂർച്ചയേറിയതും മാരകവുമായ വെറുപ്പായി മാറും.